വീട്ടിലോട്ട് ഇതും പറഞ്ഞ ഒരാളെയും പറഞ്ഞു വിടണ്ട. നമ്മൾ തമ്മിൽ വീണ്ടും നിയമയുദ്ധത്തിൽ കാണേണ്ടി വരും. എന്തായാലും മന്ത്രിക്ക് ശമ്പളം മേടിക്കാനും ഉദ്യോഗസ്ഥന് മറ്റേ കസേരമത് ഇങ്ങനെ കാലും കയറ്റി വെച്ചിരുന്ന് മറ്റേ കൊച്ചു പുസ്തകവും വായിച്ച് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ശമ്പളം തന്നത്. ഈ വണ്ടിക്ക് ഇൻഷുറൻസിന്റെ ആവശ്യം എന്താണ്? അതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ വണ്ടിക്ക് KSRTC സർക്കാരിന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് വേണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരനെ കയറ്റിക്കൊണ്ട് പൊക്കോന്നേ. സർക്കാർ ജീവനക്കാർ എത്ര പേര് അതിനകത്ത് ധൈര്യപ്പെട്ട് കയറിയിരിക്കും? ഞാൻ നോക്കട്ടെ. ഇതുപോലെ ഒരു സർക്കാരിനെ കിട്ടാൻ ഓരോ മലയാളികളും ഭാഗ്യം ചെയ്യണം. വെറും ഭാഗ്യമല്ല, പൂർവികരായിട്ട് ചെയ്തു തന്ന ഭാഗ്യം കൊണ്ടാണ് ഇതുപോലെയുള്ളൊരു സർക്കാർ നമുക്ക് കിട്ടിയത്. എന്റെ പൊന്നോ, എത്ര കൊല്ലം എടുത്തു ഇതേപോലെയുള്ള ഒരു ഉത്തരവുകൾ ഇറങ്ങാനായിട്ട്. കേരളത്തിലെ മലയാളികൾക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണിത്. കേരളത്തിലെ മലയാളികൾക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല ഭാഗ്യം. കാരണം കേരളത്തിലെ റോഡിലൂടെ പോകുന്ന ആ മലയാളിക്ക് മാത്രം, ഇപ്പോഴും ഞാൻ പറയുന്നു, മലയാളിക്ക് മാത്രം ഇൻഷുറൻസ് വേണ്ട, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട, RC ബുക്ക് വേണ്ട, പൊല്യൂഷൻ വേണം, അത് നിർബന്ധമാണ്. അപ്പോ ഈ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ എന്തൊക്കെ വേണം? ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഇൻഷുറൻസ് വേണം, ലൈസൻസ് വേണം, RC ബുക്ക് വേണം, ഇൻഷുറൻസ് വേണം, പൊല്യൂഷന്റെ പേപ്പർ വേണം. ഈ 4 കൂട്ടവും പേപ്പർ വേണം. മലയാളിക്ക് ആകപ്പാടെ പൊല്യൂഷന്റെ പേപ്പർ മാത്രം മതി. ഭാഗ്യമല്ലേ? ഇനി ഇതും പോട്ടെ, ഇനിയാണ് കഥയിലേക്ക് വരുന്നത്. കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമായ KSRTCക്ക് ഇൻഷുറൻസ് വേണ്ട എന്നാണ് ഗതാഗത വകുപ്പും അവരുടെ മന്ത്രിയൊക്കെ നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേണ്ട. കാരണം 100 പേരുള്ള ബസ്സിനകത്ത് ഇൻഷുറൻസ് വേണ്ടാത്ത യാത്രക്കാരെ കൊണ്ട് പോകാന്നുണ്ടെങ്കിൽ എന്റെ ഈ കാറിനും ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ? അല്ല, 100 പേരെയും കൊണ്ട് യാത്ര പോകുന്ന തൂങ്ങിക്കിടന്ന് പോകുന്ന ബസ്സിന് ഇൻഷുറൻസിന്റെ ആവശ്യമില്ലെങ്കിൽ അതിനകത്ത് 100 പേരില്ലേ? ഈ കാറിനകത്ത് ഞാൻ ഒറ്റക്കല്ലേ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പൊ കാറിന് ഇൻഷുറൻസ് എന്തിനാ? കാറിന് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ മറ്റേ പോളിസി എടുത്തിട്ടുണ്ടല്ലോ, ഇൻഷുറൻസ് കവറേജും ഉണ്ട്. അപ്പൊ പിന്നെ എന്റെ കാറിന് ഇൻഷുറൻസ് എന്തിനാ? നിങ്ങളുടെ KSRTCക്ക് വേണ്ടെങ്കിൽ എന്റെ ഈ കാറിന് എന്തിനാ ഇൻഷുറൻസ്? നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണ്ട, നിങ്ങൾക്ക് നിയമം ബാധകമല്ല. സത്യത്തില് KSRTC ഡ്രൈവറുടെ വീടും പുരയിടവും ജപ്തി ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിപാടി മാത്രമാണ് സർക്കാരിന്റെ. ആ മണ്ടമ്മണി അങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതി. എന്തായാലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ RTO ഓഫീസിലേക്ക് ഞാൻ വിളിച്ചായിരുന്നേ. അപ്പൊ അവര് പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ കേൾക്കണം. വിളിച്ചത് RTO ഓഫീസിലേക്കാണെങ്കിലും കണക്ട് ചെയ്തത് എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് സ്വാഗതം. എക്സ്റ്റൻഷൻ നമ്പർ അറിയാമെങ്കിൽ ഡയൽ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ സേവനത്തിനായി കാത്തിരിക്കുക. നന്ദി. You will be connected to the operator. Please hold the line. നമസ്കാരം. RTO ഓഫീസല്ലേ? RTO മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണർ ഓഫീസല്ലേ? ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താണ് സാറേ? ഈ ബസ് റോഡിലൂടെ പോകുമ്പോ എന്തെല്ലാം രേഖകൾ കൈ സൂക്ഷിക്കണം എന്നാണ് നിയമം? സാറേ, വണ്ടിയുടെ എല്ലാ റെക്കോർഡ്സും. എന്താണ് റെക്കോർഡ്സ് എന്ന് പറയാമോ? പെർമിറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്,
ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ആ ഈ KSRTC ബസ്സിന് ഇൻഷുറൻസ് വേണ്ടേ? സാറേ അത് സാർ എന്താണ് സാർ ഇപ്പം പ്രശ്നം? എന്താണ് പ്രശ്നം? എന്തോ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ആവശ്യം? എന്താണ് സാറേ, യാത്രക്കാര് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവൻ യാത്രക്കാരനാണ്. ആ ഈ അതിനല്ലേ സാർ എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ ഒരു 2 രൂപയോളം സെസ് ഇനത്തി പിടിച്ചത്? ഇപ്പൊ സാറേ പ്രശ്നം എന്താണ് സാറേ? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഇൻഷുറൻസ് വേണം. സാറിന് അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം സാറേ, അത് സാറ് ഓടുന്ന വണ്ടിക്ക് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ സാർ അത് ഇത് സംബന്ധിച്ച് ഒരു പരാതി ഒന്ന് അയച്ചു തരാമോ? അയച്ചു തന്നാൽ ഫർദറായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. എല്ലാ വാഹനത്തിനും ഒപ്പം ഇൻഷുറൻസ് എടുക്കണം. എടുക്കും. സാർ ഒരു പരാതി എഴുതുന്ന ആള്. ശരി, പരാതി എഴുതി തരാം. നടപടി അത് ഗവൺമെന്റ് ഡിസിഷനാണ്, അതനുസരിച്ച് ഗവൺമെന്റിലേക്ക്. അതല്ലല്ലോ, വാഹനങ്ങൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങുന്നെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ഞാനും ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിയാ പോരെ? സാറിന്റെ പരാതി ഒന്ന് എഴുതി തരിക. എന്നെ വിളിച്ച് ചീത്ത വിളിച്ചിട്ടോ എന്നോട് സാറിന് ഞാൻ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. സാറേ പരാതി എഴുതി തന്നു കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാം, അത്രേ ഉള്ളൂ. അല്ല, പരാതി തരേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. ഉണ്ടോ? സാറിനോട് വിളിച്ച് പറയാൻ വെച്ചാൽ വെറുതെ പറയാന്നുള്ളതല്ലാതെ. അല്ല, ഞാൻ ചോദിച്ചത് സാറിന് ഒരു പരാതി പോലും പറയേണ്ട ആവശ്യമില്ല. നിയമം അതല്ലേ? അല്ലേ? നിയമം അതല്ലേ? മാമനും അതോ ഇവിടെയുള്ള ഗതാഗത വകുപ്പിനും ഉദ്യോഗസ്ഥനൊക്കെ കൂടി സ്ത്രീധനം കിട്ടിയതാണോ? കേരളത്തിലെ റോഡുകളും ഇതെല്ലാം കൂടി ഈ കല്യാണത്തിന് സമയത്ത് ഭാര്യമാർക്ക് സ്ത്രീധനം സർക്കാർ ജോലിക്കാരനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. എന്റെ മോൻ സർക്കാർ ജോലിയാണ്. ഒരു 10 ലക്ഷം 25 ലക്ഷം. ഈ കല്യാണ ബ്രോക്കറായിട്ട് പോണവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും കൃത്യമായിട്ട്. ഇപ്പോഴും കാശ് പറഞ്ഞാണ് മേടിക്കണത്, തലക്കെണ്ണം പറഞ്ഞുകൊണ്ടാണ് മേടിക്കണത്. പറ്റിയ ഭാര്യ വീട്ടില ആ ഇതും കൂടി മേടിച്ചുകൊണ്ട് വരും. ഏത് അമ്മായിപ്പനും അമ്മായിമ്മയും താമസിക്കണ ആ വീട് വരെ വേണമെങ്കിൽ എഴുതി മേടിച്ചുകൊണ്ട് വരും. ഇവർക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ കേരളത്തിലെ റോഡുകൾ, അല്ലേ? എടോ, തലക്കിത്തിരി വെളിവെങ്കിലും വേണ്ടേ? ഇൻഷുറൻസ് വേണ്ട, ഇടിച്ചു കഴിയുമ്പോ ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുമല്ലോ. പറ്റിക്കലല്ലേ? യഥാർത്ഥത്തില് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുവാണെന്നുള്ളതാണ് ഞാൻ പറയുന്നുള്ളൂ. എന്നെയും ജനങ്ങളെയും സേവിക്കാനായിട്ട് നിങ്ങൾക്ക് ടാക്സ് അടക്കേണ്ട KSRTC ബസ്സിന്. ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ബസ് ഓടിച്ചിട്ടുള്ളതല്ലേ. എന്നിട്ട് ഞാൻ ബസ് ഓടിച്ച ബസ്സിനുണ്ടല്ലോ 9,000 10,000 കളക്ഷൻ, 15,000 20,000 കളക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ KSRTCക്ക് മാത്രം എന്താ കുറവ് കളക്ഷൻ? ഏറ്റവും കൂടുതൽ കളക്ഷൻ 9,000 രൂപ, ഏറ്റവും കുറവ് കളക്ഷൻ 3,000 രൂപ. ഇത് ആളെ കയറ്റണില്ലേ? അതൊക്കെ അക്കല് മാത്രമുള്ളൂ. എന്തായാലും ഞാൻ നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് വേണ്ടെങ്കിൽ എന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് വേണ്ട. എന്റെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയും വേണ്ട. അതാണ് എന്റെ തീരുമാനം. നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഇൻഷുറൻസ്? എന്റെ വണ്ടിക്ക് മാത്രം എന്തിനാ ഇൻഷുറൻസ്? ദേ അടക്കണു. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് എന്തിനാ? നിങ്ങൾ പറ. ഈ വണ്ടിക്ക് ഇൻഷുറൻസിന്റെ ആവശ്യം എന്താണ്? അതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ വണ്ടിക്ക് KSRTC സർക്കാരിന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് വേണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരനെ കയറ്റിക്കൊണ്ട് പോക്കോന്നേ. സർക്കാർ ജീവനക്കാർ എത്ര പേര് അതിനകത്ത് ധൈര്യപ്പെട്ട് കയറിയിരിക്കും? ഞാൻ നോക്കട്ടെ. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയിൽ യാത്ര ചെയ്യട്ടെ സർക്കാർ ജീവനക്കാര്. അവർക്ക് പ്രത്യേക ഇൻഷുറൻസ് ഉണ്ടല്ലോ. യാത്ര കയറ്റിവിട്, നമുക്ക് നോക്കാം. അപ്പോ നിങ്ങളുടെ KSRTC ബസ്സിന് ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഈ പറഞ്ഞ കിടുതാപ്പിന്, ഞാൻ ഒറ്റക്ക് പോകുന്ന ഈ കിടുതാപ്പിനും ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ബസ് പോയതുണ്ട കെട്ടിത്തൂങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ എനിക്ക് അതിലും സൗകര്യമില്ല. എന്താന്ന് വെച്ചാൽ താനങ്ങോട്ട് കുണച്ചോ. വീട്ടിലോട്ട് ഇതും പറഞ്ഞ ഒരാളെയും പറഞ്ഞു വിടണ്ട. നമ്മൾ തമ്മിൽ വീണ്ടും നിയമയുദ്ധത്തിൽ കാണേണ്ടി വരും. എന്തായാലും മന്ത്രിക്ക് ശമ്പളം മേടിക്കാനും ഉദ്യോഗസ്ഥന് മറ്റേ കസേരമത്ത് ഇങ്ങനെ കാലും കയറ്റി വെച്ചിരുന്ന് മറ്റേ കൊച്ചു പുസ്തകവും വായിച്ച് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ശമ്പളം തന്നത്. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനും നടപടി എടുക്കാനും വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥനെ അധികാര കസേരയിലിരിച്ചെങ്കിൽ അത് വെച്ചിട്ട് താൻ ഓടിച്ചാൽ മതി. അല്ലെങ്കിൽ ഓടാത്ത വണ്ടികളുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം. ഡ്രൈവറുടെ പേരിൽ ജാമ്യമില്ലാ കുറ്റത്തിന്
KFIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.